അതായത് ദിലീപേട്ടന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞു. ഇപ്പോ കേസിന്റെ നാൾവഴികൾ നമുക്ക് മനസ്സിലാവും അല്ലെ, മനസ്സിലായിട്ടില്ലേ? കേസ് വിജയനെ കുറ്റവിമുക്തനാക്കിയിട്ടും ദിലീപിനെ ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന, ദിലീപിന്റെ സിനിമ കാണരുത്, ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മൂക്കില് കമ്മലൂട്ട് നടക്കുന്ന കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ തിരിച്ചൊരു മറുപടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ദിലീപിനുണ്ടാവും. അത് എങ്ങനെയാ ഈ ഫാഹിം സഫറും നൂറുൽ ഷരീഫും നേരത്തെ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ഡയലോഗ് ഈ സിനിമയുണ്ട്. ഇത് ഇപ്പോഴല്ലേ വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് ജഡ്ജ്മെന്റ് വന്ന് വിധി പകർപ്പ് വന്ന് ഇപ്പൊ 8-ാം തീയതിയാണ് കുറ്റവിമുക്തനാക്കിയത്. അതിനു മുൻപേ എടുത്തു വെച്ച സിനിമയല്ലേ ഇത്. അതിലെങ്ങനെ ഇത്രയും ഡയലോഗുകൾ തള്ളിക്കയറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഡബിങ് സ്റ്റുഡിയോയിൽ പോയി ചെയ്തതാണോ? എന്റെ ഭഗവാനെ, അതിൽ ഒരു ഇന്റർവ്യൂവിൽ വരെ അതിൽ അവർക്കുള്ള പൊട്ടായിട്ടേ ഉള്ളൊരു സിനിമ, അല്ലാണ്ട് അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലോജിക്കും നോക്കാതെ നമുക്ക് പോയി കാണാം. പിന്നെ ലോജിക്ക് നോക്കാതെ കാണാന്ന് പറയുമ്പോൾ നമ്മുടെ പൈസയിൽ ലോജിക്ക് നോക്കില്ല എന്ന് പറയാം. ലോജിക്ക് നോക്കുന്നവർ ദയവേദി ഈ സിനിമ കാണരുത്, നെഗറ്റീവ് പറയാൻ വേണ്ടി. കാരണം അവർ എഴുതിയിട്ടുണ്ട് നോ ലോജിക്ക് എന്ന്, ഓൺലി മാഡ്നസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാം അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കണം. നമ്മൾ ഗുഡ് ബാഡ് ആഗ്ലി കണ്ടിട്ട് ഒരുപാട് പേര് കൈയടിച്ച് തപ്പ് പൊട്ടി ഹിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ മലയാളത്തിൽ വരുമ്പോൾ നമുക്കത് അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കാം. മെയിനായിട്ട് പറയാനുള്ളത്, ഒരുപാട് പേര് റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകാതിരിക്കുക. ഈ സിനിമയ്ക്ക് എന്താ വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരില്ല. ലാലേട്ടൻ ഫാൻസിനാണെങ്കിൽ നന്നായി ഇഷ്ടപ്പെടും, പിന്നെ ദിലീപ് ഫാൻസിനാണെങ്കിൽ ഇഷ്ടപ്പെടും, വിജയ് ഫാൻസിനാണെങ്കിൽ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ പടത്തിലുള്ളത്. അല്ലാതെ ഇപ്പോ നമുക്ക് ഇതില് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പടം അത്രയ്ക്ക് വലിയ ഹിറ്റ് ആവുമോ ചോദിച്ചാൽ ഹിറ്റാവാൻ ചാൻസ് ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. മിക്സഡ് റിവ്യൂ ഉറപ്പായിട്ടും വരും. പറഞ്ഞാൽ ഉറപ്പായിട്ടും മിക്സഡ് റിവ്യൂ 50-50 ആണ് ഇതില് റിവ്യൂ. അങ്ങനെ 50-50 പറഞ്ഞാൽ തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ കൂടുതൽ കയറി പോകാൻ ചാൻസ് കൂടുതലാണല്ലോ. പിന്നെ ഇന്ന് മുതൽ നെഗറ്റീവ് റിവ്യൂകൾ ധാരാളം വരും. കാരണം ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. അത് ഒരിക്കലും ദിലീപിനോടുള്ള ശത്രുത കൊണ്ട് പറയല്ല, എല്ലാവർക്കും പടം വർക്കാവില്ല. അതാണ് മെയിൻ പ്രശ്നം. അതും കൂടി ഇതിലൂടെ വർക്ക് ചെയ്ത ആളുകൾ മനസ്സിലാക്കണം. എല്ലാം ദിലീപിന്റെ ഹേറ്റേഴ്സ് അല്ല. ഹേറ്റേഴ്സ് ആണെങ്കിൽ രാവിലെ എണീച്ച് 8 മണിയാകുമ്പോഴും 10 മണിയാകുമ്പോഴും 11 മണിയാകുമ്പോഴും ലീവാക്കിയിട്ടാരും സിനിമയ്ക്ക് പോകില്ലല്ലോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. എന്തായാലും പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും തിയേറ്റർ വാച്ചാണ്, അത് പറയാം. തിയേറ്റർ വാച്ച് മൂവിയാണ്. മൊബൈലിൽ നമ്മൾ OTT വന്നിട്ട് കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല. ഈ ഗുഡ് ബാഡ് ആഗ്ലിയൊക്കെ സിനിമ കണ്ടിട്ടില്ലേ? ഒരുപാട് പടത്തിന്റെ റെഫറൻസ് ഈ അടുത്ത് വന്നില്ല. ഗുഡ് ബാഡ് ആഗ്ലി അതിന് നല്ല റെഫറൻസ് വന്നു. അപ്പൊ അത്രയും റെഫറൻസ് ഇല്ല, എന്നാലും നല്ല റെഫറൻസ് ഉണ്ട്. അത്യാവശ്യം സിനിമകളുടെ എല്ലാ റെഫറൻസ് എടുത്തിട്ട്, പക്ഷെ അതൊക്കെ നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അഭിനയിക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങളാണ്, ഒരു പിടി ആളുകളുണ്ട്. മോഹൻലാൽ, ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ, ദേവൻ, ബൈജു, മണിയൻപിള്ള രാജു, അങ്ങനെ ഒരുപാട് അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. പിന്നെ അപ്പൊ എന്താണ് ശരണ്യ എന്ന് പറഞ്ഞ അമ്മയായിട്ട് അഭിനയിച്ചില്ലേ പഴയ സിനിമകളിലെല്ലാം, അവരെ അങ്ങനെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. പിന്നെ നായിക ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും കുരു പൊട്ടിച്ച് ഇഷ്യൂ ഉണ്ടാക്കാൻ വരണ്ട. കാരണം സിനിമ എഴുതിയതിലെ ഒരാള് നൂറുൽ ഷരീഫാണ്. അപ്പൊ ഇനി റൈറ്റർ ഇല്ല, അല്ല സിനിമയിൽ നായികയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഫെമിനിസ്റ്റുകളും വരും. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. കാരണം റൈറ്ററെ നൂറുൽ ഷരീഫാണ്. അപ്പൊ പിന്നെ ഷാൻ റഹ്മാൻ മ്യൂസിക് ഡയറക്ടർ. പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതാണ്. ഏത് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അവരുടെ ബേസിൽ ജോസഫിന്റെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതിൽ വന്നാണ്. ധനഞ്ജയ് ശങ്കർ ഡയറക്ടറും പിന്നെ ഫാഹിം സഫറും റൈറ്ററും. അവർക്ക് ഒരു കഥാപാത്രം അവര് അഭിനയിച്ചിട്ടുണ്ട്. ബാലു വർഗീസ് ഉണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. ഇഷ്ടംപോലെ നീണ്ട നിര. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് 2.5 മണിക്കൂർ കയറിയിരിക്കാം. ഫസ്റ്റ് ഹാഫ് നമുക്ക് ബോറടിക്കാതെ, സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഇതിൽ കുറച്ച് ചിന്തിച്ചാൽ ചിലപ്പോൾ ആസ്വദിക്കാനും തോന്നില്ല. ഒന്നും ചിന്തിക്കാതെ ചുമ്മാ ഒരു പടം കാണാം എന്ന് പറഞ്ഞിട്ട് കാണാം, ഇറങ്ങി വരാം. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് പോലെ, കാരണം 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഹാഫ്. ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് ആയെന്ന് വിചാരിച്ചു, കാരണം കറക്റ്റ് 1 മണിക്കൂറാണ്. പിന്നെ ഇന്റർവ്യൂവിന് ശേഷം ലാലേട്ടനെ കൊണ്ടുവരുമ്പോൾ കുറച്ച് നീട്ടുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. ഫസ്റ്റ് ഹാഫ് 1.5 മണിക്കൂർ ഇട്ടിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് 1.5 മണിക്കൂർ ഇട്ടാണെങ്കിൽ ചിലപ്പോൾ ഇത്രയ്ക്ക്
സെക്കൻഡ് ഹാഫിൽ ഒരു ഇത് തോന്നില്ല. പിന്നെ ലാലേട്ടനെ വെച്ച് നോക്കിയപ്പോൾ ലാലേട്ടൻ ഇതിലും ഗംഭീരമാക്കുന്നൊക്കെ വിചാരിച്ച ലാലേട്ടന്റെ പോർഷൻ അത്രയ്ക്ക് ഗംഭീരമാക്കിയില്ല. പക്ഷെ ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ നമുക്ക് ആ റെഫറൻസ് ഒക്കെ ഇഷ്ടമാണ്, രാവണ പ്രഭുവിലെ റെഫറൻസ്. പിന്നെ മുണ്ടെടു മുണ്ടെടുത്ത് നിൽക്കുന്നത് മാത്രം 6 നമ്പറിന്റെ റെഫറൻസ് ഉണ്ട്. ഡോർ തുറന്നു വരുമ്പോ ഉള്ള ആ റെഫറൻസ് ഉണ്ട്. എല്ലാ റെഫറൻസും മനസ്സിലാക്കിയിട്ട് പോകണം. ആ ഡോർ തുറക്കുമ്പോൾ മഞ്ജു വാര്യർ കാണുന്ന സീൻ ഉണ്ടല്ലോ ലാലേട്ടന്, അതുപോലുള്ള റെഫറൻസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, മുണ്ടുകൂടി മടക്കി കുത്താൻ വേണ്ടി മാത്രം റെഫറൻസ്, അത് മാത്രമേ ഒരു സീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫുൾ റെഫറൻസ് ആണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പടം കാണുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ മിക്സഡ് റിവ്യൂ എന്തായാലും വരുന്നുണ്ട്. ദിലീപിന്റെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കംബാക്ക് ആണെന്ന്. കാരണം ഇത് തട്ടുപൊളിപ്പൻ പടമാണ്. പിന്നെ ദിലീപ് കൈകടത്തി എന്ന് തോന്നുന്ന ചില കോമഡികളൊക്കെ ദിലീപ് അതൊക്കെ ഒഴിവാക്കണം. 1-2 സീനിലൊക്കെ അത് തോന്നി എനിക്ക്, ദിലീപ് കൈകടത്തിയിട്ടാണോ എന്ന്. അങ്ങനത്തെ കോമഡികളൊന്നും ഇപ്പൊ അധികം പറയാറില്ല. അപ്പൊ അത് ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. 1-2 സീനിലേ ഉള്ളൂ കേട്ടോ, കൂടുതൽ കൈകടത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ദിലീപ് ആയതുകൊണ്ട് നൂറുൽ ഷരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രണവിന് വേണ്ടി എഴുതിയതാണ്, അത് അവസാനം ദിലീപേട്ടൻ വന്നപ്പോൾ ഒരുപാട് കഥയിൽ ചേഞ്ച് ആക്കേണ്ട വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തെറ്റായ രീതിയിലല്ല കേട്ടോ പറഞ്ഞത്, നല്ല രീതിക്ക് നോർമൽ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വ്യത്യാസം വരുത്തിയതാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും പടത്തിനെ കുറിച്ച് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആവറേജിന് തൊട്ട് മുകളിലുള്ള മൂവി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ റിവ്യൂ കാണാതെ നിങ്ങൾ എല്ലാവരും സിനിമയ്ക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരാളുടെ റിവ്യൂ കണ്ടുപോകരുത്. കാരണം റിവ്യൂ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് സിനിമ കാണാൻ തോന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട റിവ്യൂവേഴ്സ് പോലും ചിലപ്പോൾ മോശം പറയാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അവരുടെ റിവ്യൂവേഴ്സ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്ന പടമാണ്. ഗുഡ് ബാഡ് അഗ്ലി നന്നായി കളക്ഷൻ കിട്ടി ഹിറ്റായ പടമാണ്. പക്ഷെ അതിന് നെഗറ്റീവ് പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. എനിക്ക് ഗുഡ് ബാഡ് അഗ്ലി അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമുക്കൊരു ഒരു സമയം പോക്കുള്ള ഒരു പടം ഉണ്ടല്ലോ, ടൈം പാസിന് വേണ്ടി തിയേറ്ററിലേക്ക് പോവുക, ആ 2.5 മണിക്കൂർ കാണുക, തിരിച്ചു വരിക, ഒന്നിനെ കുറിച്ച് ലോജിക്ക് ഒന്നും ചിന്തിക്കാതെ അവർ എഴുതി കാണിക്കുന്നത് നോ ലോജിക്ക്. എന്നാൽ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് നോക്കും. പക്ഷെ നമ്മൾ എവിടെയും ബോറടിപ്പിക്കുന്നില്ല. അതാണ് അതിൽ മെയിനായിട്ട്. നമ്മൾക്ക് ഈ റെഫറൻസ് ഒക്കെ ഇഷ്ടമാണല്ലോ. അതായത് വിജയിന്റെ റെഫറൻസ് ആണെങ്കിലും പിന്നെ ദിലീപിന്റെ റെഫറൻസ് ആണെങ്കിലും വളരെ പരമേശ്വരന്റെ റെഫറൻസ്. പിന്നെ അതിൽ മെയിൻ ഒരു കാര്യമുണ്ട്,